Blessed be the name of the Lord. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നാമം മഹത്വം എടുക്കട്ടെ. Me and Pastor Shaji, nearly 15 years we were friends. കഴിഞ്ഞ 15 കൊല്ലമായി ഞാനും പാസ്റ്റർ ഷാജിയും കൂട്ടുകാരാണ്. I came to know him through my friend pastor from Madhya Pradesh. Pastor Satish. മധ്യപ്രദേശിലുള്ള പാസ്റ്റർ സതീഷ് മുഖാന്തരമാണ് ഞങ്ങൾ പരിചയത്തിലാകുന്നത്. And it was really wonderful to be together in God's kingdom. ദൈവ രാജ്യത്തെ പണിയുവാനായി ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു. And since that time we just like in a one family and one ministry, working together, supporting together, and it was very wonderful that we will hearing from them also and introduce them in Shillong, like my wife has mentioned about the convention. ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലാണ്. ദൈവരാജ്യത്തിന്റെ പണിക്കായിട്ട് ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു, പരസ്പരം പ്രാർത്ഥിക്കുന്നു. അതല്ല ഞാൻ ഷില്ലോങ്ങിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഈ ഭവനത്തെ പറ്റി പറയാറുണ്ട്. So by God's grace, ദൈവകൃപയാൽ we are having like 101 mission church outside the state of Meghalaya. മേഘാലയത്തിന് പുറത്ത് 101 ചർച്ചുകൾ ഞങ്ങൾക്കുണ്ട്. And even in Bihar also. ബീഹാറിൽ ഞങ്ങൾക്ക് 15 churches we have there. 15 സഭകൾ ഞങ്ങൾക്ക് In ഡൽഹിയിൽ ഞങ്ങൾക്ക് and also in Punjab. പഞ്ചാബിൽ ഞങ്ങൾക്ക് സഭകളുണ്ട്. And in Jharkhand. ജാർഖണ്ഡിൽ ഞങ്ങളുടെ സഭകൾ So തുടങ്ങിയിട്ടുണ്ട്. next December, അടുത്ത ഡിസംബർ മാസം a team of 45 believers from Meghalaya, we will explore in mission work, in the mission field in Bihar and Jharkhand. ബീഹാറും ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വരുന്ന ഡിസംബറിൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് 45ഓളം വിശ്വാസികൾ കടന്നുപോയി ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. And soon we'll start in Odisha also. ഒറീസയിൽ ഞങ്ങൾ ഞങ്ങളുടെ സഭകൾ തുടങ്ങുവാൻ It ആഗ്രഹിക്കുന്നു. was really a hands of God. തീർച്ചയായും ഇത് ദൈവത്തിന്റെ കരങ്ങൾ മാത്രമാണ്. Do you know how we start a mission? ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്ന് അറിയാമോ? We never ask money from anyone. ഞങ്ങൾ ആരിൽ നിന്നും പൈസയൊന്നും ചോദിക്കാറില്ല. But all the believers, they went to the roadside and selling the food, fast food, and then out of that income we support mission. ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളൊക്കെ റോഡ് സൈഡുകളിലൊക്കെ പോയിട്ട് ചെറിയ ഫാസ്റ്റ് ഫുഡ് ഒക്കെ തുടങ്ങി അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകമാണ് ദൈവവേലയ്ക്കായി കൊടുക്കുന്നത്. Sometimes from morning till 11, 12 midnight. രാവിലെ തൊട്ട് രാത്രി 10 മണി 11 മണി 12 മണി വരെയൊക്കെ And that was we start of supporting mission work. അങ്ങനെയാണ് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അവര് പണം കണ്ടെത്തുന്നത്. When the believers they did not. കുടുംബം ഒരു നിങ്ങളോട് മതിയായിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം എന്ന പോലെയാണ്. Okay, let's turn our eyes to God. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. While we were having a praise and worship in the beginning, ഇവിടെ തുടക്കത്തിൽ നാം ദൈവത്തെ ആരാധിച്ചപ്പോൾ God gave me a vision. ദൈവം എനിക്ക് ഒരു ദർശനം തന്നു. And that vision I could see ആ ദർശനത്തിൽ ഞാൻ ഇപ്രകാരം കണ്ടു, like a fire ഒരു തീ പോലെ ഒരു അനുഭവം. and the coal putting in the fire. ആ തീക്കകത്തേക്ക് കൽക്കരി ഇട്ട് കത്തിക്കുന്നത് പോലെ. And that fire shaped, mold and burn all the dust out of the coal. ആ കൽക്കരിയിലുള്ള എല്ലാ പൊടിയും മറ്റും കത്തിച്ചു കളയുന്നത് പോലെയുള്ള ഒരു അനുഭവം. So God said ദൈവം എന്നോട് പറഞ്ഞു that all of us, നാം ഇവിടെ ഇരിക്കുന്ന and ഓരോരുത്തരും, even the believers who can hear this my voice, ഈ ഇവിടെയുള്ള വിശ്വാസികൾക്ക് എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നവർക്കൊക്കെ is a time that we have to be under the shape and the mold of the Holy Spirit. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനത്തിന് കീഴിലായിരിക്കും. That every carnal mind, every fleshly desire, every loss of eyes, നമ്മുടെ ജഡീകമായ എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാ തെറ്റായ കാര്യങ്ങളും every pride of this world, എല്ലാ അഹങ്കാരങ്ങളും it should be born out by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ കത്തിച്ചു കളയപ്പെടണം. so that we can reproduce the image of Christ in us. ദൈവത്തിന്റെ ആ സ്വരൂപത്തെ നമ്മൾ വീണ്ടും ഉണ്ടാക്കുവാനായിട്ട് And we will become like a pure gold before God. നാം ഒരു ഏറ്റവും ശുദ്ധമായ പൊന്നുപോലെ ദൈവസന്നിധിയിലായിരിക്കും. And that is the time
ആ സമയത്താണ് Secondly, God spoke to me രണ്ടാമതായി ദൈവം എന്നോട് പറഞ്ഞത് that you should willing to upgrade yourself in the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന്. Everything upgraded. എല്ലാം നമുക്ക് കടമായി ലഭിച്ചിരിക്കുന്നു. Technology, mobile phone, and the system of this world, everything is upgraded from time to time. ഈ ലോകത്തിലുള്ളതെല്ലാം സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. But God says പക്ഷേ ദൈവവചനം you must upgrading your spiritual life also. നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്നു. You should not stay only in the same models or the same system. നാം പഴയ ആ മോഡലിൽ തന്നെ തുടരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. But upgrade yourself. നിങ്ങളെ തന്നെ ഉയർത്തണം. Get closer to God. ദൈവത്തോട് ഏറ്റവും അടുത്ത് വരണം. Let the nature of Christ reflect in us. ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകട്ടെ. Let us become like Christ. നാം കർത്താവിനെ പോലെയാകട്ടെ. Let us understand the Bible so clearly by the Holy Spirit. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവിനാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. Let our ministry transform. നമ്മുടെ ദൈവവേല ഒരു വ്യത്യാസപ്പെട്ട Let ലെവലിലേക്ക് our വരട്ടെ. vision become clearer and clearer. നമ്മുടെ ദർശനങ്ങൾ വളരെ വ്യക്തമായി തീരട്ടെ. And our spirit become one with God. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ദൈവത്തോട് കൂടി ഏകരൂപപ്പെടട്ടെ. So willing to upgrade yourself. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. And the main power to upgrade us is the Holy Spirit and the Word of God. അതിനു വേണ്ടിയുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയുമാണ്. That the Holy Spirit will bring the things of God in us, and every time, now and then, will display the things of heaven to the earth. സ്വർഗ്ഗത്തിലുള്ള കാര്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കൊണ്ടുവന്ന് നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാനിടയായി തീരും. Number 3, revelation. മൂന്നാമത്തെ ദർശനം. You must know that we have only few balls in our hands, so that the cricket will over. നമ്മുടെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ചുരുക്കം ചില ബോളുകൾ മാത്രമേ ഉള്ളൂ. We have only few balls in our hands. നമുക്ക് നമ്മുടെ കയ്യിൽ ചുരുക്കം ചില ബോളുകൾ മാത്രമേ As we ശേഷിക്കുന്നുള്ളൂ. need to make the wicket to fall down. ആ ചുരുക്കം ചില ബോളുകൾ കൊണ്ട് നാം നമ്മുടെ വിക്കറ്റുകൾ എടുത്തിരിക്കണം. And the games will end with win. നാം അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ കളിയിൽ നാം ജയിക്കുകയുള്ളൂ. Only few more time in our hands. നമ്മുടെ കൈകളിൽ ചുരുക്കം ചില ബോളുകൾ മാത്രമേ ഉള്ളൂ. Few more years in our hands. നമ്മുടെ ജീവിതത്തിൽ ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ That ശേഷിക്കൂ. soon Jesus will come. എത്രയും പെട്ടെന്ന് കർത്താവ് വരാറായി. And the word of God will be ended. അയ്യാ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഈ ലോകത്തിന്റെ സമയം തീരാറായി എന്ന്. And we have to use it carefully. നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. We have to reach to the target. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കായി We have to be specific in our lifetimes. നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തതയുണ്ടാകണം. We have to know how to use our hour, our minutes, our day, our week, our months and years. നമ്മുടെ വർഷങ്ങളെ, നമ്മുടെ മാസങ്ങളെ, നമ്മുടെ ദിവസങ്ങളെ, നമ്മുടെ ആഴ്ചകളെ, നമ്മുടെ മണിക്കൂറുകൾ, മിനിറ്റുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വളരെ വ്യക്തമായ ഒരു ധാരണ. So that everything we are doing, അതുകൊണ്ട് എന്ത് നാം ചെയ്യുന്നതിരുന്നാലും it will accomplish the will of God. അതെന്തായിരുന്നാലും ദൈവത്തിന്റെ ഹിതത്തെ നിവർത്തിക്കുന്നതായിരിക്കണം. And we will offer as a winning team. നാം ഒരു ജയിക്കുന്ന ടീമായിട്ട് നാം പുറത്തു വരണം. When Jesus comes, യേശു ക്രിസ്തു വരുമ്പോൾ we will left the world behind. നാം ഈ ലോകത്തെ വിട്ട് ദൈവത്തോടു കൂടി എടുക്കപ്പെടുവാനിടയായിരിക്കും. And we will be with Jesus. നാം കർത്താവിനോട് കൂടി ആയിരിക്കും. Hallelujah. Hallelujah. 3 things that revelation of God gave to me. இந்த 3 ദർശനങ്ങളാണ് ദൈവം എനിക്ക് തന്നത്. And I think it means a lot for this church, for the people of God, for me too. ദർശനങ്ങളായിട്ട് ഞാൻ അതിനെ കാണുന്നു. അത് എനിക്ക് വേണ്ടിയും കൂടിയുള്ള ദർശനങ്ങളാണ്. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Let's take a Bible and lift up towards heaven. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. Thank you because you brought the Bible to നിങ്ങൾ the എല്ലാവരും church. വേദപുസ്തകവുമായി കടന്നു വന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Follow after me. ഞാൻ പറയുന്നത് പോലെ Say, Lord Jesus, ദൈവമേ, thank you for your living word. നിന്റെ ജീവനുള്ള Your word വചനത്തിനായി is
the medicine for my physical body. It is a food for my spiritual life. It renews and cleanses my mind. Therefore, I receive your word in my mind, in my heart, and in my physical body. In Jesus' name. Amen. Amen. God bless. Hallelujah. Today I'm going to speak about go beyond the border. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങളുടെ മുമ്പിലുള്ള ബോർഡർ ക്രോസ് ചെയ്ത് കടന്നു പോകുവാൻ. When I was preparing to come here, ഞാൻ ഈ നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചു. Praying to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. And the Spirit of the Lord gave me this word. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഈ വചനത്തെ തരുവാനിടയായി. You go tell to my people നീ എൻ്റെ ജനത്തോട് പോയി പറയുക that they should go beyond the border. അവരുടെ മുമ്പിലുള്ള ബോർഡർ കടന്ന് അവർ പോകണം. And it is a command of God to us. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് നമുക്കുള്ള. Okay, now let us go to the word of God. നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. From the book of Joshua chapter 1. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ Book of Joshua chapter 1. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം and verses 2 till 9. 2-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ വായിക്കാം. But only few things to be read in this word of God. ഈ നാം പറഞ്ഞ വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം വായിക്കാം. We knew that Genesis to Deuteronomy, it was a Pentateuch, a 5 books that Moses wrote that books. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ പെന്ററ്യൂക്ക് എന്ന് അറിയപ്പെടുന്നു. അതിനെ മോശയാണ് എഴുതിയത്. And in the book of Joshua, it was written about the work of Joshua in the next generation. And therefore God reminded what was happened in the Deuteronomy. By saying in verse 2, he said, Moses, my servant, is dead. Now therefore arise, go over this Jordan, thou and all these people unto the land which I do give to them, even to the children of Israel. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുമെന്ന് പറയുന്ന ദേശത്തേക്ക് ഈ യോർദാൻ കടന്നു പോകുക എന്നാണ് പറയുന്നത്. That is the dealing of God to the next generation. അതാണ് ദൈവജനത്തെ പറ്റിയുള്ള പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം. The first generation was with Moses. ആദ്യത്തെ തലമുറ മോശയോട് കൂടെയായിരുന്നു. And Moses died. മോശ മരിച്ചു. God did not stop. പക്ഷേ ദൈവം അവിടെ നിർത്തിയില്ല. He continued his work with Joshua, the next generation. ദൈവം തന്റെ പ്രവർത്തനങ്ങളെ യോശുവയിലൂടെ തുടരുവാൻ ആഗ്രഹിച്ചു. And he said, അവൻ പറയുകയാണ്, now therefore arise and go over this Jordan. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് ഈ യോർദാൻ കടന്നു പോകാം. Because Moses reached only in the shore of Jordan. യോർദാന്റെ കരവര മാത്രമേ മോശയ്ക്ക് കടന്നു വരുവാൻ കഴിഞ്ഞുള്ളൂ. And Moses did not cross Jordan. പക്ഷേ മോശ യോർദാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടന്നില്ല. When he was reaching before the Jordan, at the time he died. പക്ഷേ യോർദാൻ ക്രോസ് ചെയ്യുന്നതിന് മുന്നമേ മോശ മരിച്ചു. But to leave from Jordan and crossing Jordan to the Canaan land needs another leader. പക്ഷേ യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തെ കൈവശമാക്കുവാൻ പുതിയൊരു നേതാവിന്റെ ആവശ്യം. And God found Joshua. ആ നേതാവായിട്ടാണ് യോശുവയെ ദൈവം കാണുന്നത്. He said, continue this journey. ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇവിടെ till you reach to my promised land. നിങ്ങൾ ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കടന്നു വരുന്നവരെയും. And Joshua obeyed him. യോശുവ അനുസരിപ്പാനിടയായി തീർന്നു. Who was Joshua? ആരാണ് യോശുവ? Joshua was a young man who loved the presence of God more than all the children of Israel. ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാളും
ദൈവത്തിന്റെ സാമീപ്യത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായിരുന്നു. He was so close with Moses all the time. വളരെ അടുത്ത് തന്റെ സമയത്തെ ചെലവഴിച്ചു. When Moses went to Mount Sinai, സിനായി പർവ്വതത്തിലേക്ക് മോശ കടന്നുപോയി. He was there waiting in the border of the mountain, on the foot of the mountain. സിനായി മലയുടെ താഴ്വരയിൽ പോയി താമസിച്ച വ്യക്തിയാണ് യോശുവ. He was not there with the children of Israel in the wilderness. മക്കളോടുകൂടി അല്ല താമസിച്ചത്. And he loved the presence of God so much. അവൻ ദൈവത്തിന്റെ സാമീപ്യത്തെ വളരെയധികം ഇഷ്ടപ്പെട്ട. He loved the people of God, Moses, so much. ഈ ദൈവത്തിന്റെ ജനത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. And his life, his work was a captain of soldiers. ഇസ്രായേൽ മക്കളുടെ ഒരു നേതാവായിട്ട് തന്റെ ജീവിതത്തെ നയിപ്പാൻ താൻ ആഗ്രഹിച്ചു. He was very bold. അവൻ വളരെ ധൈര്യമുള്ളവനായിരുന്നു. He loved the word of God. അവൻ ദൈവവചനത്തെ സ്നേഹിച്ചു. He loved the presence of God. ദൈവത്തിന്റെ സാമീപ്യത്തെ സ്നേഹിച്ചു. And he loved the man of God. ദൈവത്തിന്റെ ദാസന്മാരെ സ്നേഹിച്ചു. And he learned a lot from Moses. മോശയിൽ നിന്നും വളരെ കാര്യങ്ങളെ താൻ പഠിച്ചു. If you really want to be a leader, you have to love your leader. You have to watch and learn how your leaders function and work. You must love the word of God to know how God's work and how God wants in his work, in his word. And then verse 3. Let's go to, yes. He said, every place that the sole of your foot shall tread upon, that have I given unto you, as I said unto Moses. God told to Joshua, as I have been with Moses, so also I will be with you. That was the promise of God. Therefore Jesus said, go, I will be with you till the end of this age. You see, God's moving from generation to generation. And he reminds us also that he is still same God yesterday, same God today, and same God forever tomorrow. When we believe God, we must believe what he has done, what he is doing, and what he will do. And that is our God. We must believe for the miracle of God. The God of miracle. The God of love. The God of mercy. The God of grace is still at work. And that is God. When Jesus said, I am God. Who is God? God is love and love is God. And even if you tell your God, if you tell to my God to hate you, he said, I cannot hate because my nature is love. And the love is God and God is love. Heaven is full of love. Because love is God, God is love. And he loves you. He will not chase you away. Well, in verse 4, in verse 4 it says, from the wilderness and this Lebanon, that was the boundary, the place that he showed to Moses, to Joshua. Verse 5. Verse 5. And then he said, there shall not any man be able to stand.
അവിടെ പറയുകയാണ് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കില്ല. before thee all the days of thy life. നിന്റെ ജീവിതത്തിന്റെ അവസാനത്തോളം As I was with Moses, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ so I will be with thee. ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. I will not fail you, ഞാൻ നിന്നെ തോൽക്കുവാനിടയാക്കില്ല. nor forsaken ഞാൻ you. നിന്നെ കൈവിടത്തില്ല. Hallelujah. ഹല്ലേലൂയ. That is the God whom we serve. നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണത്. What he has done in the life of Moses, മോശയുടെ ജീവിതത്തിൽ താൻ എന്ത് ചെയ്തു he did in the life of Joshua. അത് തന്നെ യോശുവയുടെ He ജീവിതത്തിൽ was with David. ദൈവം അതുപോലെ തന്നെ He was with ദാവീദിനോട് Jesus. ഇരുന്നു, യേശുക്രിസ്തുവിനോട് He കൂടെ was ഇരുന്നു. with the അവൻ apostles. അപ്പോസ്തലന്മാരോട് And he was with the church. അവൻ ന്യായാധിപന്മാരോട് And he is still with you. ആ ദൈവം ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. He is still walking in us. ആ സെയിം ദൈവം ഇന്ന് നമ്മിൽ And പ്രവർത്തിക്കുന്നു. also he will walk with our children and generation. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും അതേ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. That is our God. അതാണ് നമ്മുടെ ദൈവം. His mercy is everlasting. അവന്റെ കൃപ, അവന്റെ സ്നേഹം His നിത്യതയോടെ grace is abound. അവന്റെ കൃപ അതിന് ബോർഡറുകളില്ല. His love never ends. അവന്റെ സ്നേഹം ഒരിക്കലും His തീർന്നു പോകുന്നില്ല. miracle never ends. അവന്റെ അത്ഭുതങ്ങൾ തീർന്നു His പോകുന്നതല്ല. walking no one can stop. അവന്റെ പ്രവർത്തനങ്ങളെ ഒരു മനുഷ്യനും His നിർത്താൻ provision is keep flowing. അവൻ തരുന്നതിനെ നിർത്തിക്കളയുവാൻ ആർക്കും കഴിയുകയില്ല. And his saving work still at work. അവൻ രക്ഷിക്കുന്ന വചനം ഇപ്പോഴും പ്രവർത്തന നിരതമാണ്. And in one part of the gospel it says, my spirit is given to you without measure. അവന് സുവിശേഷങ്ങളിൽ ഇപ്രകാരം പറയുന്നു, എന്റെ സ്നേഹം നിങ്ങൾക്ക് അളവ് കൂടാതെ നൽകി തന്നിരിക്കുന്നു. He will not say, I have given this man yesterday, today I will not give anymore. ആ ദൈവം ഒരിക്കലും പറയത്തില്ല, ഇന്നലെ ഞാൻ ഇത്ര മാത്രം അവന് കൊടുത്തു അതുകൊണ്ട് ഇന്ന് കൊടുക്കാൻ പറ്റത്തില്ല. No. അവൻ ഒരിക്കലും പറയില്ല. His giving, his gift is given without measure. അവൻ തരുന്നത് ഒരു അളവിനാലല്ല തരുന്നത്, അളവ് കൂടാതെ തരുന്നത്. Those who willing to yield with him, അവനോട് ചേർന്നിരിക്കുന്നവർക്ക്, those who willing to seek him, അവനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി he will get more and more. അവർക്ക് കൂടുതലായി ലഭിച്ചുകൊണ്ട് More blessing, more life, more work, കൂടുതൽ ജീവൻ, more anointing, കൂടുതൽ blessings, more revelation, കൂടുതൽ ദർശനങ്ങളിലേക്ക്, more power. അവർ കൂടുതൽ And ശക്തിയിലേക്ക്. that is our God whom we serve. അതാണ് നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന നമ്മുടെ No one can limit God. ഒരു മനുഷ്യന് And no one can stop the work of God. ആർക്കും ദൈവത്തിന്റെ വചനത്തെ ലിമിറ്റ് ചെയ്യുവാൻ No diagnosis can stop the miracle of God. ദൈവത്തിന്റെ അത്ഭുതത്തെ നിർത്തിക്കളയുവാൻ ആർക്കും കഴിയില്ല. Martha says, വാർത്ത പറയുന്നു, my brother was dead for 4 days. എന്റെ സഹോദരൻ 4 ദിവസമായി മരിച്ചിട്ട്. But Jesus said, where you have kept him? യേശുക്രിസ്തു ചോദിക്കുകയാണ് മാർത്തയോട്, അവനെ നീ എവിടെ വെച്ചിരിക്കുന്നു? She said, now he was decayed, smell. അവന്റെ അടുക്കലേക്ക് പോകാൻ കഴിയത്തില്ല, അവനെ ഇപ്പോൾ സ്മെല്ല് വരികയാണ്. But Jesus went to that impossible position. ആർക്കും ചെല്ലാൻ കഴിയാത്ത ആ സാഹചര്യത്തിലേക്ക് യേശുക്രിസ്തു കടന്നു ചെന്നു. He got the diagnosis from the Martha that he was decayed, he was smelling. മാർത്തയുടെ റിപ്പോർട്ട് അവന് ലഭിച്ചു, അവനെ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാറ്റം വെച്ചിരിക്കുകയാണ്. But Jesus never considered the diagnosis of man. ആ മനുഷ്യന്റെ ഡയഗ്നോസിസ്, മനുഷ്യന്റെ കണ്ടെത്തലുകളെ അല്ല. He knows the power in his hands. അവന്റെ കരങ്ങളിലുള്ള ദൈവശക്തി അവൻ അറിയാം. He knows the power of life, the power of death. അവന് ജീവന്റെയും മരണത്തിന്റെയും ശക്തി എന്താണെന്ന് അറിയാം. And he went to the tomb. അവന് ആ ശവക്കുഴിയിലേക്ക് കടന്നു ചെന്നു. And he spoke to Lazarus as he was alive. അവൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ യേശുക്രിസ്തു ലാസറിനോട് സംസാരിച്ചു. He didn't say, God, give him life. അവൻ ഇപ്രകാരമല്ല പറഞ്ഞ, ദൈവമേ ഇവന് ജീവൻ കൊടുക്കണമേ എന്ന്. He didn't say, God, bless him. അവനെ ഇപ്രകാരം പറഞ്ഞില്ല, ദൈവമേ ഇവനെ He didn't അനുഗ്രഹിക്കണമേ. say, God, wake him up. അവൻ ഇപ്രകാരം പറഞ്ഞില്ല, ദൈവമേ ഇവനെ ഉയർത്തണമേ. No, no, no. അവൻ അങ്ങനെയല്ല പറഞ്ഞത്. He spoke by saying, Lazarus, come out. അവൻ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. That is the word of faith. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ That ശക്തി. is the word of miracle. അതാണ്
ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുതം. Speaking with positive words. പോസിറ്റീവായ ഒരു വചനം പറയുമ്പോൾ, Speaking with positive words. അത് ദൈവത്തിന്റെ വചനത്തെ നാം ശക്തിയോടുകൂടി വിശ്വാസത്തോട് A man പറയുമ്പോൾ, who was dead but he spoke like he is alive. ആ മനുഷ്യൻ മരിച്ചവനെങ്കിൽ തന്നെയും ജീവനുള്ളവനെ പോലെ അവൻ സംസാരിച്ചു. By saying Lazarus come out. അവൻ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ, That is the word we should speak every day. എല്ലാ ദിവസവും നാം സംസാരിക്കേണ്ട വചനം അതാണ്. If you want to change your life, change your confession. നിങ്ങളുടെ ജീവിതത്തെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മാറ്റണം. If you want to change your income, your income, change your perspective of life, your നിങ്ങളുടെ confession. ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണത്തെ മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻകം കൂടുതലായി വരികയുള്ളൂ. Life and death is in your mouth. മരണവും ജീവനും നിങ്ങളുടെ വാക്കിലാണ്. When you speak the word of God as it is, God will respect not your words, but he respect his നിങ്ങൾ word. വിശ്വാസത്തോടുകൂടി പറയുന്ന നിങ്ങളുടെ വചനമല്ല, ദൈവത്തിന്റെ പ്രവർത്തനമാണ് നിങ്ങളുടെ വചനത്തിലൂടെ പുറത്തു വരുന്നത്. God will not respect my words. ദൈവം എന്റെ വാക്കിനെ വിശ്വസ്തതയൊന്നും But കാണിക്കണമെന്നില്ല. if I speak the word of God as it is, God will respect his പക്ഷേ word. ഞാൻ പറയുന്ന വചനം ദൈവത്തിന്റെ വചനമായി ശക്തിയോടെ പറഞ്ഞാൽ ദൈവം ആ വചനത്തിൽ പ്രവർത്തിപ്പാനിടയായി തീരും. And this is the word that God spoke to Joshua. അതേ വചനമാണ് ദൈവം യോശുവയോട് സംസാരിച്ച വചനം. Then till verse 9, 9-ാമത്തെ വാക്യം വരെ he said, be bold, be strong. അവൻ പറയുകയാണ്, നീ ശക്തനായിരിക്കുക, നീ ബലവാനായിരിക്കുക. Don't forget the word of God. നിങ്ങൾ നിന്റെ വചനത്തെ ധൈര്യത്തോടെ നോക്കാം. Whisper it day and night. എല്ലാ ദിവസവും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. Meditate it day and night. അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. Obey what it is written in the word. இந்த വചനത്തിൽ എഴുതിയിരിക്കുന്നതിനെ അനുസരിക്കുക. And keep following the word. അതേ വാക്കുകളെ അനുസരിക്കുക. And act on the word of God. ആ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കുക. That is the important we should do according to the word of God. ദൈവവചനത്തിനനുസരിച്ച് നാം ചെയ്യേണ്ട പ്രവൃത്തി അതാണ്. And now ഇപ്പോൾ God gave more added power. ആ ദൈവം യോശുവയ്ക്ക് കൂടുതൽ ശക്തി And നൽകുവാനിടയായി. that is the Holy Spirit. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. In our New Testament time, இந்த പുതിയ നിയമത്തിന്റെ സമയത്ത് God gave the Holy Spirit. പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുന്നു. So here we have the word of God. നമുക്കിപ്പോൾ ദൈവവചനമുണ്ട്. We have the Holy Spirit. നമുക്ക് ദൈവത്തിന്റെ We have പരിശുദ്ധാത്മാവുണ്ട്. the name of Jesus. യേശുവിന്റെ പേര് നമുക്കുണ്ട്. And these three, ഈ മൂന്ന് കാര്യങ്ങൾ it can change your situation നിങ്ങളുടെ upside down. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അത് കീഴ്മേൽ മറിക്കുവാൻ These പര്യാപ്തമാണ്. three power. ഈ മൂന്ന് കാര്യങ്ങൾ When you have the power of the Holy Spirit, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ use it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അതിനെ According to the word of God, ദൈവവചനത്തിന് അനുസൃതമായി every impossible will turn to be possible. എല്ലാ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളും സാധ്യമായി തീരും. Hallelujah. ഹല്ലേലൂയ. Glory to God. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. Praise the name of Jesus. ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. We should not be proud about ourselves. നമ്മൾ തന്നെ നാം അഹങ്കരിപ്പാൻ We പാടില്ല. are only a dust. നാം പൊടിയാണ്. But we need the Spirit to live in this dust. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കണം. We need the word to indwelling in this dust. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ We വസിക്കണം. need our Creator Jesus to live in us. നമ്മുടെ സൃഷ്ടികർത്താവായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. And through Him, അവനിൽ കൂടെ I can do all things. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. We should boast in Jesus. നാം ദൈവത്തിൽ പ്രശംസിക്കാം, കർത്താവിൽ പ്രശംസിക്കാം. Glory to God. ഹല്ലേലൂയ. Let's come now to this few meditation of this word. ഈ ദൈവവചനത്തിനെ കൂടുതലായി നമുക്ക് ധ്യാനിക്കാം. Go beyond the border. നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ബോർഡർ താണ്ടി പോകാം. Point number 1. ഒന്നാമത്തെ കാര്യം, God does not want us to be in the same place. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു സ്ഥലത്തേക്ക് വേണ്ടി നിശ്ചിതപ്പെടുത്തിയിട്ടുള്ളതല്ല. In the same condition of life. ജീവിതത്തിന്റെ ഒരേ സാഹചര്യത്തിൽ മാത്രം In the പ്രവർത്തിക്കുന്ന same position that we were. നാം ആയിരുന്ന പഴയ കാലത്തെ ഒരു പൊസിഷനിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. He wanted us to go from one place
level to another level. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മറ്റൊരു പ്രതലത്തിലേക്ക് നാം ഉയർന്നു വരിക. Not declining, but is climbing up. നമ്മുടെ യാത്ര താഴ്ചയിലേക്കുള്ളതായിരിക്കരുത്, പക്ഷെ ഉയരത്തിലേക്ക്. Not in the bottom, but on the top. നാം താഴേക്കിടയിലെ ഉള്ളവരായിരിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത്, ഉയർന്നുയർന്ന് From മുകളിലേക്ക്. nursery to bachelor. നാം നഴ്സറി ക്ലാസ് തൊട്ട് ഉയർന്നുയർന്ന ബാച്ചിലർ ഡിഗ്രിയിലേക്ക്. Every time we have to pass our life to be going up and up and up. നാം ഓരോ സമയത്തും ഉയർന്നു വരണം. Therefore Jesus told to his disciples, അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, he said, go, അതുകൊണ്ട് അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, preach, നിങ്ങൾ teach, നീ പഠിപ്പിക്കുക, and make disciples നിങ്ങളെ ശിഷ്യന്മാരാക്കുക of all nations. എല്ലാ ലോകത്തിലുള്ള എല്ലാവരെയും. Not only one tribe, ഒരു ഗോത്രത്തെ മാത്രമല്ല, not only few people, ഒരു കൂട്ടം ആൾക്കാരെ but മാത്രമല്ല, nations. ഈ രാജ്യങ്ങളെ അവകാശമാക്കാം. That is the nations of the world. ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും God planned your life to reach out to the nations of the world. ഈ ലോകത്തിലുള്ള ജനങ്ങളിലേക്ക് നിങ്ങൾ കടന്നുപോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. That is the will of God. അതാണ് ദൈവത്തിന്റെ ഹിതം നിങ്ങളെ കുറിച്ചുള്ള. I was born and brought up in the village. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു വില്ലേജിലാണ്. My family is not educated. എന്റെ കുടുംബക്കാരും വലിയ But from വിദ്യാഭ്യാസമുള്ളവരല്ല. the village, God took me to city. പക്ഷേ എന്നെ വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് I came from the very small tribes. ഞാൻ ഏറ്റവും ചെറിയ ഒരു ഗോത്രത്തിൽ Only few families. My tribe is where only few families. എന്റെ ഗോത്രം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കുടുംബങ്ങൾ When I മാത്രം. was in the city, ഞാൻ സിറ്റിയിലായപ്പോൾ I don't have any relatives. ആ സിറ്റിയിലെ എനിക്ക് ഒരു ബന്ധുക്കളെ ഉണ്ടായിരുന്നില്ല. And I lived there as a young man. ഞാൻ അവിടെ ചെറുപ്പക്കാരനായി അവിടെ താമസിച്ചു. I started preaching since my 15 years of age. ഞാൻ 15 വയസ്സുള്ളപ്പോൾ മുതൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ 1981. 1981 And it's more than 44 years now preaching the gospel. 44 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ And from there, അന്ന് തൊട്ട് God took me to different states of India. ദൈവം എന്നെ പല ഇന്ത്യയുടെ പല രാജ്യങ്ങളിൽ Number one, He took me to different districts of my states. ഞാൻ താമസിക്കുന്ന മേഘാലയയുടെ പല ഡിസ്ട്രിക്റ്റുകളിലേക്ക് അവൻ എന്നെ Then കൊണ്ടുപോയി. different states of India. ഇന്ത്യയുടെ തന്നെ പല ഡിസ്ട്രിക്റ്റുകളിലേക്ക് Different neighboring countries. അതിനുശേഷം അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് And God is touching to different continents. ഇപ്പോഴേ പല ഭൂപ്രകൃതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകും. How this can be? How this can be? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? Only to fulfill what He has said in His word. ദൈവ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് അവൻ He കൊണ്ടുവരുന്നത്. said, go, അവൻ പറഞ്ഞു പോകാം, preach, preach ചെയ്യാൻ, teach പഠിപ്പിക്കാൻ പറഞ്ഞു to all nations. എല്ലാ രാജ്യങ്ങളിലെയും Make disciples to all nations. അവിടെയുള്ളവരെ നിങ്ങളുടെ ശിഷ്യന്മാരാക്കുവാൻ പറഞ്ഞു. When you look to yourself, നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ don't look to your background. നിങ്ങളുടെ സാഹചര്യങ്ങളെ Don't നോക്കരുത്. look to your properties. നിങ്ങൾക്ക് എന്ത് നിങ്ങൾ അച്ചീവ് Don't ചെയ്തിരിക്കുന്നു look to your position. നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് നോക്കരുത്. Don't look to yourself. നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കരുത്. Look to the word of God. നിങ്ങൾ ദൈവവചനത്തിൽ Look ശ്രദ്ധിക്കുക. to the possibility in God. ദൈവത്താൽ എന്ത് സാധിക്കും Look to the greatness of God. ദൈവത്താൽ എന്ത് ചെയ്യുവാൻ Look to your creator who made you. നിന്നെ സൃഷ്ടിച്ച നിന്റെ And സൃഷ്ടികർത്താവിലേക്ക് when you know how to live your creator high, നിങ്ങളുടെ സൃഷ്ടികർത്താവിനെ നീ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ your life will become like He wants you to be. നിങ്ങളുടെ ജീവിതം അവൻ ആഗ്രഹിക്കുന്ന അളവിൽ ഉയർന്നു വരുവാനിടയായി. Look to the word of God. ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധിക്കുക. And when you look to the word of God, ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ your spirit will obey the word of God. നിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തെ And അനുസരിക്കാൻ easily God will take you to the place where He wants you to be. അവനെ ഒരു പ്രയാസവുമില്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നിങ്ങളെ എടുത്തുകൊണ്ട് പോകും. Remember Philip നിങ്ങൾ ഫിലിപ്പിനെ ഓർക്കുക. in the book of Acts. അപ്പോസ്തല പ്രവൃത്തികളുടെ He പുസ്തകത്തിൽ was a deacon. അവൻ ഒരു നേതാവായിരുന്നു. And when the church were in persecution, പക്ഷേ സഭ അപ്പോൾ പീഡനത്തിലൂടെ he കടന്നു went പോവുകയാണ്. down to Samaria അവൻ ശമരിയയിലേക്ക് കടന്നുപോയി. and he started preaching the gospel. അവിടെ അവൻ പ്രസംഗിപ്പാനിടയായി തീർന്നു. And signs and wonders were happening. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. And the Spirit took him to Gaza. അവനെ അവിടെ നിന്നും ഗാസയിലേക്ക് He എടുത്തുകൊണ്ടുപോയി. met with Eunuch there. അവിടെ ഒരു
ഷണ്ണനോട് He ദൈവവചനം baptized eunuch. അവനെ അവിടെ ഷണ്ണനെ സ്നാനം And the gospel reached to Ethiopia through that eunuch. ആ ഷണ്ണനിൽ കൂടെ എത്യോപ്യയിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നുപോയി. And from Gaza, the Spirit took him to another cities. ഗാസയിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിനെ വേറൊരു സിറ്റിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. That was looking to Jesus. അത് കാരണം അവൻ യേശുക്രിസ്തുവിലേക്ക് നോക്കിയത് കൊണ്ടാണ്. The Holy Spirit, പരിശുദ്ധ ആത്മാവ്, He can take you beyond your border. ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളുടെ ബോർഡറുകൾക്ക് അപ്പുറമായി കൊണ്ടുപോകുവാൻ കഴിയും. Maybe your border is the background of the family. നിങ്ങളുടെ സൃഷ്ടിച്ചിരിക്കുന്ന Education, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, education, വിദ്യാഭ്യാസമായിരിക്കാം, finances, സാമ്പത്തികമായിരിക്കാം, or things that you consider only for yourself. This is your border. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളായി. Maybe you said it's not possible that God can use me. നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തോട് പറഞ്ഞേക്കാം, എനിക്ക് ദൈവം നിനക്ക് എന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. I'm an old man. ഞാൻ വളരെ പ്രായമുള്ളവനാണ്. Do you know God used an old man also? ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നു പ്രായാധിക്യത്തിലുള്ള മനുഷ്യനെ പോലെ ദൈവം ഉപയോഗിച്ചു. Apostle John, അപ്പോസ്തലനായ യോഹന്നാൻ, when he was exiled in islands of Patmos, പത്മോസ് ഐലൻഡിലേക്ക് ദ്വീപിലായിരുന്നപ്പോൾ he was 80 years of age. അവന് 80 വർഷത്തോളം വയസ്സായ ഒരു But വൃദ്ധനായിരുന്നു. in Patmos, അവൻ പത്മോസിൽ God used an old man to see vision. ആ വയസ്സനായ വ്യക്തിയെ ദൈവത്തിന്റെ വരുംകാല കാര്യങ്ങളെ പറ്റിയുള്ള ദർശനത്തിനായി ഉപയോഗിച്ചു. And there was revelation from അവിടെ island of വെളിപ്പാട് ലഭിച്ചു. Patmos. അവന് പത്മോസിൽ വെളിപ്പാട് ലഭിച്ചു. 80 years old man, he saw the vision and he wrote in the Bible. 80 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ യോഹന്നാൻ അവിടെ ദർശനം കണ്ടിട്ട് വെളിപ്പാട് പുസ്തകം എഴുതി. Don't limit in your age. നിങ്ങളുടെ പ്രായത്തെ നിങ്ങൾ കണക്കാക്കേണ്ട. God can take beyond your border. ദൈവത്തെ നിങ്ങളെ നിങ്ങളുടെ ബോർഡറിനപ്പുറമായി കൊണ്ടുപോകും. God can take you beyond your background, നിങ്ങളുടെ അതിർത്തിക്ക് അപ്പുറമായി beyond your ability. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ God can take you ദൈവത്തിന് നിങ്ങളെ beyond your ability, നിങ്ങളുടെ കഴിവിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുവാൻ beyond your age. നിങ്ങളുടെ പ്രായത്തിനേക്കാൾ അപ്പുറമായി. Hallelujah! ഹല്ലേലൂയ! Hallelujah! ഹല്ലേലൂയ! Nothing impossible with God. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. But He wants you to move. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മുമ്പോട്ട് പോകുക. He wants you to step forward, നിങ്ങൾ ഓരോ ചുവട് മുമ്പോട്ട് പോകുക. not backward, പുറകോട്ടല്ല not മുൻപോട്ട്. backseat. പുറകോട്ടല്ല. Always in the front seat. മുമ്പോട്ട് തന്നെ പോകണം. Always forward, എപ്പോഴും മുമ്പോട്ട് പോകുവാൻ not ആഗ്രഹിക്കണം. backward. പുറകോട്ട് പോകുവാനല്ല. Don't be like a prawn. Don't be like a prawn. കൊഞ്ചിനെ പോലെ പുറകോട്ട് പോകുവാനല്ല. Like this, the prawn. പുറകോട്ട് മുമ്പോട്ട് You know the prawn. You know the prawn. Yeah. It's doing like this all the times. എപ്പോഴും ഇങ്ങനെയാണ്. So don't be a Christian like prawn. ഈ ഒരു കൊഞ്ചിനെ പോലെയുള്ള ജീവിതമായിരിക്കരുത്. Be like a fish. ഒരു മീനെ പോലെ മുമ്പോട്ട് It's പോകുന്നവരായിരിക്കണം. going forward. എപ്പോഴും മുമ്പോട്ട് Get പോയിക്കൊണ്ടിരിക്കണം. something new. അത് എപ്പോഴും Get പുതുമയുള്ളതായിരിക്കണം. something new. എപ്പോഴും പുതുമയുള്ള Experience something new. പുതിയ കാര്യങ്ങളെ Because the Bible says വേദവചനം പറയുന്നു, every morning new mercies from God. എല്ലാ പുതിയ കൃപകളെ കൊണ്ട് തന്നെ നിറയ്ക്കുന്ന Every ദൈവം morning എല്ലാ ദിവസവും new mercies എല്ലാ ദിവസം രാവിലെയും പുതിയ കൃപകൾ in me. എന്റെ ജീവിതത്തിൽ. Hallelujah. ഹല്ലേലൂയ! This is the desire of God. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. Every born again Christian എല്ലാ രക്ഷിക്കപ്പെട്ട is ക്രിസ്ത്യാനികളും authorized to do the work of saving souls. എല്ലാ രക്ഷിക്കപ്പെട്ട വ്യക്തികളും ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. Multiply yourself. നിങ്ങളെ തന്നെ ഗുണീകരിക്കുക. Don't stay only in the same place, എല്ലായ്പ്പോഴും ഒരേ അടുത്ത് ഇരിക്കുവാനും ഒരേപോലെ only in ആയിരിക്കുവാനും the same position. എല്ലായ്പ്പോഴും ഒരേ സാഹചര്യത്തിലായിരിക്കാനല്ല. You come to church for 10 years but only alone, or two, or husband and wife, or children,
10 കൊല്ലമായിട്ട് And ഒരേ ചർച്ചില് enough. ഒരേപോലെ വരുന്നു, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായി വന്നു, അതിന് വർധനവില്ലാതിരിക്കുന്ന അവസ്ഥയിലല്ല. And enough. അത് മതി. Sometime when your children got married, then they will go another place, then you will be minus. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിവാഹം കഴിച്ചാൽ അവര് കുടുംബമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ ആ അംഗത്തിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. So God does not want you to minus. നിങ്ങൾ കുറഞ്ഞു വരുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. Or addition also. Or addition. He doesn't want you addition. അത് ദൈവം അധികമായിട്ട് ആകുവാൻ ആഗ്രഹിക്കുന്നില്ല. Or division. അത് തന്നെയല്ല, അത് ഡിവിഷൻ അത് Subtraction, addition, division is not in the mind of God. ദൈവത്തിന്റെ ചിന്താഗതിയിൽ കുറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നില്ല, കൂടി വരുവാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഭാഗിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നില്ല. It was not in the dictionary of God. അത് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഉള്ളതല്ല. When God made man and woman, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ He said, be fruitful and multiply. ദൈവം പറഞ്ഞു, നിങ്ങൾ ഫലപ്രദമായി വർദ്ധിച്ചു വരിക. In the mind of God has only multiplication. ദൈവത്തിന്റെ ചിന്താഗതിയിൽ ഗുണീകരണമാണ്. So every born again Christian should be multiplied. രക്ഷിക്കപ്പെട്ട എല്ലാ ക്രിസ്ത്യാനികളും അവര് അധികമായിട്ട് മൾട്ടിപ്ലൈ ആയി വരണം. Hallelujah. ഹല്ലേലൂയ. When you got saved alone, ദൈവം നിങ്ങളെ വ്യക്തികളായി get രക്ഷിക്കപ്പെട്ടു. another one along with you. നിങ്ങളോടൊപ്പം മറ്റൊരുവനെ കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരിക. Make sure once a month you will reach to the new souls. നിങ്ങൾ ഓരോ മാസവും ഒരു പുതിയ ആത്മാവിനെ കൊണ്ടുവരുവാൻ In ആഗ്രഹിക്കുക. 12 months, 12 souls. 12 മാസം കൊണ്ട് 12 ആത്മാക്കളെ കൊണ്ടുവരുവാൻ. And if you live like 5 years നിങ്ങൾ 5 കൊല്ലം മാത്രം with ജീവിച്ചിരുന്നാൽ 12 souls, 12 ആത്മാക്കളെയും കൊണ്ട് 12 multiplied by 5, 12 ഗുണം 5, it will be 60 souls. അപ്പോൾ 60 ആത്മാക്കൾ നിങ്ങൾ And if you are living 5 years as a born again Christian, there will no place to sit. നിങ്ങൾ 5 കൊല്ലം ജീവിച്ചാൽ തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കൂട്ടായ്മകളിൽ ഇരിക്കുവാൻ സ്ഥലം പോരാതെ വരത്തക്കണ ആത്മാക്കൾ കടന്നു വരും. Hallelujah. ഹല്ലേലൂയ. Because you are a simple believers, but you produce 60 believers in 5 years. നിങ്ങൾ സാധാരണക്കാരനായ ഒരു വിശ്വാസിയാണെങ്കിലും നിങ്ങൾ ഒരു വർഷം 60 വിശ്വാസികളെ നിങ്ങൾക്ക് വേണ്ടി നേടുവാൻ കഴിയും. Think about this place. നിങ്ങളുടെ ഈ സ്ഥലത്തെ പറ്റി ചിന്തിക്കുക. When all of you reproduce one soul in 1 month, നിങ്ങൾ ഒരു മാസം ഒരാത്മാവിനെ കൊണ്ടുവന്നാൽ in 5 years 60 60 60, 60 ഒരു 5 കൊല്ലം കൊണ്ട് 60 ആയിട്ട് ഇത് വർദ്ധിച്ചു. if we have here 10 people, ഇവിടെ 10 പേരുണ്ടെങ്കിൽ multiply 10 by 60, 10നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, it will be 600. അത് 600 പേരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. So in 5 years 600 believers. 5 കൊല്ലം കൊണ്ട് 600 വിശ്വാസികൾ. Hallelujah. ഹല്ലേലൂയ. So God wants you to multiply. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഗുണനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. Multiplication is not in the life of shepherd, but it will be in the life of the sheep. ഒരിക്കലും പാസ്റ്റർമാരല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പക്ഷേ വിശ്വാസികളാണ് ചെയ്യേണ്ടത്. ആടുകളാണ് മൾട്ടിപ്ലൈ ആകേണ്ടത്. The sheep will reproduce sheep and the shepherd will reproduce shepherd. ഒരു ദൈവദാസൻ മറ്റുള്ള ദൈവദാസന്മാരെ ഉണ്ടാകുവാനായിട്ട് ശ്രമിക്കണം. The leaders, ഒരു വിശ്വാസി മറ്റു വിശ്വാസികളെ കൊണ്ടുവരുവാൻ. The leaders will reproduce leader and the believers will reproduce believers. ഒരു നേതാവ് മറ്റൊരു നേതാവിനെ ഉരുവാക്കുവാൻ ഉള്ളവരാണ്. അതുപോലെ തന്നെ സാധാരണ വിശ്വാസികൾ മറ്റുള്ള വിശ്വാസികളെ നേടുവാൻ. And there will be a balance of growth. അങ്ങനെയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളർച്ച ഉണ്ടാകും. Within 5 years from now, ഇന്ന് തൊട്ട് 5 വർഷത്തിനകം you need a big hall. നിങ്ങൾക്ക് വലിയൊരു ഹോളിന്റെ ആവശ്യമുണ്ട്. Hallelujah. ഹല്ലേലൂയ. You will have many branches in Bangalore and Kerala. ബാംഗ്ലൂരിൽ തന്നെ അനേക ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ. You will have many workers നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകർ and many believers. ഒരുപാട് വിശ്വാസികൾ. Because everyone multiply. എല്ലാ വ്യക്തികളും അധികമായിട്ട് കൊണ്ടുവരുവാനിടയായി തീരും. That is in the mind of God. അതാണ് ദൈവത്തിന്റെ ഹിതം. And Jesus said, യേശുക്രിസ്തു പറയുന്നു, if the branches is not bearing fruit, ഈ
ശാഖകൾ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ got it, അതിനെ കട്ട് ചെയ്യുക, got it. കട്ട് ചെയ്യുക. But the branch who bear fruits, അതിന് ഫലം കായ്ക്കുന്ന ചിലകൾ broom it. അതിനെ വെടിപ്പാക്കും. So more fruit will be അങ്ങനെയെങ്കിൽ reproduced. ധാരാളം ഫലം കായ്ക്കും. Hallelujah. ഹല്ലേലൂയ. Sometimes when the believers leave the church, we feel like it will be a pain or a loss. But sometimes God cut off because they are not fruitful. So He sent them away. He sent them away. ചില സമയങ്ങളിൽ വിശ്വാസികൾ നമ്മെ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് വേദനയുണ്ടാകും. പക്ഷേ ചില സമയങ്ങളിൽ ദൈവം പറയുന്നു അത് പോകേണ്ട ബ്രാഞ്ചാണ്, അത് കട്ട് ചെയ്യണം, ഫലമില്ലാത്തതാണ്, കട്ട് ചെയ്യണം, കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലേ വീണ്ടും ശാഖകൾ ഉണ്ടാവുകയുള്ളൂ, ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. But He wants only the bearing fruits to remain. ആ കർത്താവിന് ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഫലം കായ്ക്കുന്ന ചില്ലകൾ മാത്രം ഇരിക്കണമെന്നാണ്. Hallelujah. ഹല്ലേലൂയ. God knows everything. ദൈവം എല്ലാം അറിയുന്നവനാണ്. But God called you and me forward, to go ദൈവം forward. നിങ്ങളെയും എന്നെയും വിളിച്ചത് എന്തിനു വേണ്ടി എന്നറിയാമോ? മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. Don't stay only in the same place, same spiritual condition. എല്ലാ ആത്മീക കാര്യങ്ങളിലും നിങ്ങൾ ഒരേ സ്ഥാനത്ത് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. The pool, ഒരു കുളത്തിൽ, the water in the pool, ഒരു കുളത്തിലെ വെള്ളത്തിൽ if it's remained for many days, it will be smell. ആ വെള്ളത്തിന് ഒഴുക്കില്ലാത്ത സ്ഥലത്ത് നിന്നാൽ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് അഴുക്കായി തീരും, വാടയെടുക്കുവാനിടയായി. The fish also died, the living things will die. അതിനകത്തുള്ള ജീവജാലങ്ങളൊക്കെ മരിച്ചു പോകും. Because the water needs to flow. ആ വെള്ളം പുറത്തേക്ക് ഒഴുകണം. So God wanted you and me to be like a flowing river. ആ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒഴുക്കുള്ള ഒരു നദി പോലെയായി. When the rivers flow, അവിടേക്ക് വെള്ളം ഒഴുകുമ്പോൾ it will bring benefit to animals, to the plants and to the human being. ആ പുതുവെള്ളത്തില് താമസിക്കുന്ന ജീവികൾക്ക് ബലമുണ്ടാകും, അതുപോലെ തന്നെ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്ക് നമുക്കും അത് പ്രയോജനമായി തീരും. When the church is flowing, going, സഭ മുമ്പോട്ട് പോകുമ്പോൾ, when the believers is going, വിശ്വാസികൾ preaching the gospel, ആ സുവിശേഷത്തിന് അനുസൃതമായി the Jews, the Greeks, the Gentiles, the Christians, the non-Christians, they will be saved. ഇവിടുത്തെ അന്യജാതിക്കാരായിട്ടുള്ളവര്, അവിശ്വാസികളായിട്ടുള്ളവർ, അന്ധകാരത്തിൽ കഴിയുന്നവരൊക്കെ രക്ഷകനെ കണ്ടുമുട്ടുവാനിടയായി. From today, ഇന്നു മുതൽ start to moving from your place. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മുൻപോട്ട് ഗമിപ്പാൻ ശ്രമിക്കുക. From your place. നിങ്ങളായിരിക്കുന്നിടത്ത് നിന്ന് മുൻപോട്ട്. From your habits. നിങ്ങളുടെ സ്വഭാവങ്ങൾ. From your second place. നിങ്ങളുടെ രണ്ടാമത്തെ സ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന്. Start multiplying. നിങ്ങളത് അധികരിക്കുക. Start multiplying. മൾട്ടിപ്ലൈ ആവുക. Get more souls into the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അനേക ആത്മാക്കളെ കൊണ്ടുവരിക. Reproduction, it depends on the sheep, not the shepherd. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആടുകളാണ് ചെയ്യേണ്ടത്, ഒരിക്കലും ഇടയനല്ല ചെയ്യുന്നത്. The shepherd will feed the sheep and the sheep will multiply sheep. ഇടയൻ ആടുകൾക്ക് വേണ്ടി കരുതും, അവർക്ക് ആവശ്യമുള്ളതിനെ നൽകും, എന്നാൽ ആടുകൾ മൾട്ടിപ്ലൈ ആകും. If you study in the church history, സഭാ ചരിത്രം പഠിക്കുമ്പോൾ how the church growth took place, എങ്ങനെയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്, is because the believers active in saving souls. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളൊക്കെയും മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചത് കൊണ്ടാണ്. Look to the book of Acts chapter 8 verse 4. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. Yes, it says in verse 4, അതിന്റെ 4-ാം വാക്യം പറയുന്നു, therefore they that were scattered abroad went everywhere preaching the word. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. Preaching the word. ദൈവത്തിന്റെ വചനം സംസാരിച്ചു. Who preached? ആരാണ് പ്രസംഗിച്ചത്? The believers. വിശ്വാസികൾ. All the apostles remained there. Look there, the Bible, chapter 8 verse 1. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Now Saul was consenting to his death. അന്ന് യെരുശലേമിൽ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു.
അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ And at that time, there was a great persecution against the church, അവിടെ വലിയ പെർസിക്യൂഷൻ ഉണ്ടായി, വലിയ പീഡനം ഉണ്ടായി. which was at Jerusalem. ആ ജെറുസലേം സഭയ്ക്ക് വളരെയധികം പീഡനങ്ങളിൽ And they were all scattered abroad throughout the ഈ regions പീഡനങ്ങൾ നിമിത്തം വിശ്വാസികൾ ചിതറിപ്പോയി. of Judea and Samaria, യഹൂദയിലേക്കും ശമരിയയിലേക്കും ചിതറി. except the apostles. അപ്പോസ്തലന്മാരെ യെരുശലേമിൽ തന്നെ താമസിച്ചു. Okay? Exodus 14:15. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. And the Lord said unto Moses, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, wherefore criest thou unto me? നീ എന്നോട് നിലവിളിക്കുന്നത് എന്താട്ട്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ Why you are crying unto me? എന്തിനെ നിങ്ങൾ കരയുന്നു? Speak unto the children of Israel നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറക, that they go forward. അവരെ മുൻപോട്ട് പോകുവാൻ പറക, That they go forward. അവര് മുൻപോട്ട് പോകുവാൻ പറക. That was the word of God. അതാണ് ദൈവത്തിന്റെ വചനം He പറയുന്നത്. said, don't cry. അവര് പറയുന്നു, നിങ്ങൾ കരയണ്ട, Don't stay on the same place. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ആയിരിക്കാനല്ല. Tell the children of Israel to go forward. ഇസ്രായേൽ മക്കളോട് പറക, മുമ്പോട്ട് പോകാൻ. There are many things ahead of you. നിങ്ങൾക്ക് മുമ്പാകെ പല കാര്യങ്ങളുണ്ട്. Many souls are dying every day. എല്ലാ ദിവസവും അനേക ആത്മാക്കൾ നഷ്ടമായി. Many souls are wandering in this world. ഈ ലോകത്തിൽ കറങ്ങിത്തിരിയുന്ന അനേക ആത്മാക്കൾ. Go forward. അവരുടെ അടുക്കലേക്ക് പോകാ. Rich to the unrich. ഈ ഇതുവരേക്കും ദൈവ വചനം Go to the new place. Go to the new place. ആ പുതിയ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. And that was the desire of God. അതാണ് ദൈവത്തിന്റെ ഹിതം. I would love to say to you, go forward. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മുമ്പോട്ട് പോകാ എന്നാണ്. Start new things for God. ദൈവത്തിന് വേണ്ടി ചില പുതു കാര്യങ്ങളെ Attempt great things for God. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക. Doing something which you never did before. ഇന്നലെ വരെ ചെയ്യാത്ത കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ. Start your prayer life in a new way. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒരു പുതു തലത്തിലേക്ക് Psalm വരട്ടെ. chapter 2 verse 8, he said, ask the nation, I will keep to you. രണ്ടാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, നീ ഈ ജാതികളെ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് നൽകി തരും. Look to the word of God. ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധ In തിരിക്കുക. Exodus chapter 17 verse 1 to 7. ആ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. See, the problem arose when the children of Israel were staying on the same place for so long. ദീർഘകാലം ഇസ്രായേൽ മക്കൾ ഒരു സ്ഥലത്ത് തങ്ങളുടെ ടെന്റ് അടിച്ച് താമസിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായത്. Now they reach in Rephidim. അവരിപ്പോൾ റെഫീദീമിലെത്തിയിരിക്കുകയാണ്. And they stay for a long time there. ഈ റെഫീദീമിൽ അവർ ദീർഘകാലം വസിച്ചു. So because they were staying for a long time, അവർ കൂടുതൽ നാൾ റെഫീദീമിൽ താമസിച്ചത് നിമിത്തം they started quarreling അതുകൊണ്ട് each അവർ other. പരസ്പരം വഴക്കുണ്ടാക്കുവാൻ തുടങ്ങി. Number 2, രണ്ടാമത്തെ കാര്യം, they forget about the vision to go forward. അവര് മുമ്പോട്ട് കടന്നു പോകുവാൻ ഭയപ്പെട്ടു എന്ന് കാണുവാൻ. Number 3, മൂന്നാമത്തെ they കാര്യം, started complaining അവര് കുറ്റം പറയുവാൻ തുടങ്ങി each other. മറ്റുള്ളവരെ. Especially they complained to Moses. മോശയോട് അവരുടെ കുറ്റങ്ങളെ പറയുവാൻ. Number 4, നാലാമത്തെ കാര്യം, famine took place. അവിടെ ക്ഷാമം ഉണ്ടാകുവാനിടയായി. There was no water. അവിടെ വെള്ളമില്ല. Famine of water. വെള്ളമില്ലാത്ത അവസ്ഥ. People, they were about to die without water വെള്ളമില്ലാതെ ജനം മരിക്കുമെന്നുള്ള അവസ്ഥയിലായി. because they stay only in the same place. കാരണം എന്തെന്ന് അറിയാമോ? അവർ ഒരേ And 15, they testing God. അവര് അഞ്ചാമതായിട്ട് ദൈവത്തെ പരീക്ഷിക്കുവാൻ They തുടങ്ങി. testing God. അവർ ദൈവത്തെ പരീക്ഷിച്ചു. And so many things happen. അതുകൊണ്ട് പല കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. Why? എന്തുകൊണ്ട്? Because they stay for so long in the same place. അവര് ദീർഘകാലം ഒരേ സ്ഥലത്ത് താമസിച്ചത് കൊണ്ട്. If your spiritual life is the same every time, every year, so you will lose, you will lose only with all these things. Starvation spiritually, starvation, and even grumbling and complaining and doing this and that negative way, in negative way. നിങ്ങൾ ആത്മീകമായിട്ട് ഒരേപോലെ ആയിരിക്കുന്നുവെങ്കിൽ, വ്യത്യാസമില്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ, ഉയർച്ചയില്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടാകാം, ക്ഷാമം ഉണ്ടാകാം.
Even the leaders will get exhausted നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ പോലും ക്ഷീണാവസ്ഥയിലേക്ക് പോകാം. because the believers will absent from the church. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സഭയിലെ വിശ്വാസികൾ And maybe- അവരെ വളരെയധികം Maybe പ്രശ്നമുണ്ടാക്കുന്നവരായിരിക്കും. they leave from the church. അതിനുശേഷം അവരെ സഭ വിട്ടുപോകും. And if the believers is not active, most of the time they will complain each other ആ വിശ്വാസികൾ ആക്റ്റീവ് അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറയും. and they will complain their leaders, അവരെ God also, ലീഡറിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യും, അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി കംപ്ലൈന്റ് because ചെയ്യും. there is no changing in life. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ആത്മീകമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. Even Moses, he committed mistakes in this time. ഈ സമയത്ത് മോശ പോലും തെറ്റ് ചെയ്യുവാനിടയായി തീർന്നു. When God told Moses to speak the rock that water will come out, he beat it. He beat twice. രണ്ടാമതായിട്ട് പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവാൻ കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ധിക്കരിച്ച് മോശ ആ പാറയെ അടിപ്പാനിടയായി തീർന്നു. Staying for so long in the same spiritual condition, it's a sign of backsliding. ഒരേ ആത്മീക നിലവാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്മാറ്റത്തിലേക്ക് പോകുന്നതിന്റെ ഒരു ലക്ഷണമാണ്. So God wants you to go forward. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മുൻപോട്ട് If ആഗ്രഹിക്കുന്നു. you look in the book of Acts, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ from chapter 2, രണ്ടാമത്തെ അധ്യായത്തിൽ the church multiply every day. എല്ലാ ദിവസവും ചർച്ച വളർന്നുകൊണ്ടേയിരുന്നു. In one day 3,000, ആദ്യത്തെ ദിവസം 3000 പേര്, and another day only one miracles that Peter and John performed the miracles into the lambs and bake a man. അവിടെ മുടന്തനായ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പത്രോസും യോഹന്നാനും കടന്നു ചെന്ന് ഒരു അത്ഭുതം കാണിച്ചപ്പോൾ സഭ വളർന്നു. 5,000 people were saved. 1000 പേര് അവിടേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. Chapter 2 verse 47, രണ്ടാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, every day were added the souls into the kingdom of God. എല്ലാ ദിവസവും ആത്മാക്കൾ സഭയോട് ചേർന്നുകൊണ്ടേയിരുന്നു എന്ന്. But the disciples, the apostles, they remained only in Jerusalem for 20 years. 20 years. 20 വർഷത്തോളം അപ്പോസ്തലന്മാർ യെരുശലേമിൽ തന്നെ താമസിച്ചു. They enjoy miracle there. അവിടെ അവർ അത്ഭുതങ്ങളെ കണ്ടു. They worship only among the Jews. ഈ യഹൂദന്മാരുടെ മധ്യേ മാത്രം ദൈവത്തെ Pastoring and service and eating together, sharing food and everything together. അവര് ആഹാരങ്ങൾ ഒരുമിച്ച് കഴിച്ചു, ആരാധിച്ചു, അതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിച്ചു ഒരുമിച്ച്. They forgot Judea, they forgot Samaria, they forgot the end of the earth. അവര് യഹൂദയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അതിനുശേഷം ശമരിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അതിനുശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. Therefore God permit the persecution to come in Jerusalem. അതുകൊണ്ടാണ് സഭയിലേക്ക് പീഡനം കടന്നു വരുവാനിടയായത്. Persecution came as a permissive will of God to fulfill his plan through his disciples. ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കുവാനായിട്ട് ദൈവത്തിന്റെ അറിവോടുകൂടെയാണ് യെരുശലേം സഭയിലേക്ക് പീഡനം കടന്നു വന്നത്. Because the plan of God, അത് ദൈവത്തിന്റെ the ഹിതമായിരുന്നു. plan of Jesus, ദൈവത്തിന്റെ before he went to heaven, അവൻ സ്വർഗ്ഗത്തിലേക്ക് he പോകുന്നതിന് already told to his disciples, അവനെ ശിഷ്യന്മാരോട് പറഞ്ഞു, you will receive power from on high, നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് ശക്തി and പ്രാപിക്കും, you will be my witness നിങ്ങൾ എന്റെ സാക്ഷികളാകും. in Jerusalem, യെരുശലേമിൽ ആദ്യം, Judea, രണ്ടാമതായി Samaria, മൂന്നാമതായി ശമരിയയിൽ, India, and ഇന്ത്യയിലേക്ക്, to the end of the earth. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും. But they remain only in Jerusalem. പക്ഷേ അവര് യെരുശലേമിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. For how many years? എത്ര കൊല്ലത്തേക്കാണെന്ന് അറിയാമോ? 20 years. 20 കൊല്ലത്തേക്ക്. No going border beyond the border of Jerusalem. യെരുശലേമിന്റെ അതിർത്തി താണ്ടി അവർ പോകുവാൻ ആഗ്രഹിച്ചില്ല. But God പക്ഷേ allowed the persecution to come. അതുകൊണ്ട് ദൈവം ആ ദേശത്ത് പീഡനം അയച്ചു. And when they were scattered, അങ്ങനെ ജനം അവിടെ ചിതറപ്പെടുവാനിടയായി. then they go to Judea, അതിനുശേഷം അവർ Samaria, ശമരിയയിലേക്ക് കടന്നുപോയി. and Thomas came to India, തോമസ് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. and Bartholomew went to Europe, ബർത്തലോമിയോ യൂറോപ്പിലേക്ക് കടന്നു and different disciples scattered among themselves. ഈ ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ നാനാ ദേശത്തേക്കും കടന്നുപോയി. Only James the apostles remained as the pastor in Jerusalem.
അപ്പോസ്തലനായ യാക്കോബ് മാത്രം യെരൂശലേമിലെ പാസ്റ്ററായി തുടർന്നു. And from that time, ആ സമയം തൊട്ട് then apostles knew that this is the will of God to go beyond Jerusalem. ആ സമയം തൊട്ട് ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായി ദൈവത്തിന്റെ ഹിതമാണ് അതിർത്തി താണ്ടി കടന്നു പോവുക എന്നുള്ളത്. Let this mind be in you too. ഈ മനസ്സ് നിങ്ങളിലും ഉണ്ടാകട്ടെ. Get more people. ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി Go beyond your family. Go beyond your family. നിങ്ങളുടെ കുടുംബത്തെ വിട്ട് മുന്നോട്ട് Bring Christ, bring people to Christ. കർത്താവിലേക്ക് ജനത്തെ കൊണ്ടുവരിക. Go outside your four-wall church. നിങ്ങളുടെ ഈ ആരാധനാലയത്തിന്റെ 4 അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് Rich to the unrich. ഇതുവരെയും Bring them to the church. കടന്നുപോയി അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. The non-Christian will not come to church. അന്യ ആരാധനക്കാരായ മനുഷ്യർ തനിയെ കടന്നു വരില്ല. Unless you and me go and reach to the place where they are. പോയിട്ട് കർത്താവിനെ പറ്റി പറയാതെ അവരാരും കടന്നു വരില്ല. So let's go. അതുകൊണ്ട് നമുക്ക് പോകാം. Let's become a fisher of men. നമുക്ക് ആത്മാക്കളെ പിടിക്കുന്നവരായി തീരാം, മനുഷ്യരെ പിടിക്കുന്നവരായി തീരാം. Point number 3. മൂന്നാമത്തെ കാര്യം, Antioch church is a sending church. അന്ത്യോക്യ സഭ എന്ന് പറഞ്ഞാൽ മിഷണറിമാരെ അയക്കുന്ന സഭയായിരുന്നു. Book of Acts chapter 13 verse 1 to 3. അപ്പോസ്തല പ്രവൃത്തി 13ന്റെ 1 മുതൽ 3 വരെ. When you look to this church, നാം ഈ സഭയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ it was really a wonderful church. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. In the church, ഈ സഭയിൽ there were many prophets, അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു, many teachers, അവിടെ അധ്യാപകരുണ്ടായിരുന്നു. and also Barnabas were there, one of the apostles. അവിടുത്തെ അപ്പോസ്തലനായ ബർന്നബാസ് ഇവിടെ ഉണ്ടായിരുന്നു. And Simon that was called Niger was there. നിഗർ എന്ന് പറയുന്ന സൈമൺ അവിടെ ഉണ്ടായിരുന്നു. And Lucius also of the Cyrene was there. ലൂസിയസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. And Manan also was there in the church. എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. And Saul also was there. ശൗലും അവിടെ ഉണ്ടായിരുന്നു. So many gifted men of God were there in the church. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവകൃപ പ്രാപിച്ച അനേക ദൈവദാസന്മാർ അവിടെ ഉണ്ടായിരുന്നു. So they were enjoy worshiping together for 1 year. അവരെ എല്ലാവരും ചേർന്ന് 1 കൊല്ലത്തോളം ദൈവത്തെ ആരാധിച്ചു. And then they said it's not good that we should stay together in here. ഇത് നല്ലതല്ല, നാം എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നത് നല്ലതല്ല എന്ന്. They said let's pray and fast. അവര് പറഞ്ഞു നമുക്ക് ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. What shall we do beyond our church? നമ്മുടെ ഈ സഭയ്ക്ക് അപ്പുറമായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവത്തോട് ആലോചന ചെയ്തു. While they were praying, എന്തിനു വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു? the Holy Spirit came. അവിടെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു. And he said, now you have to separate Barnabas and Saul for the work that I have given them to do. ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, ഇപ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിച്ച് ഞാൻ അവരെ കൊണ്ട് ചെയ്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി അയക്കാം. And the church did not ask God, how can we run the church if Barnabas and Saul went away from us? പക്ഷേ അവിടുത്തെ വിശ്വാസികൾ ആരും തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചില്ല, ഈ ബർന്നബാസും ശൗലും പോയാൽ ഈ സഭയുടെ കാര്യം എന്തായി തീരും? They did not ask a single question. അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. They said we are willing to pray for them to go. അവരെ പോകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. So they blessed them. അവരെ അനുഗ്രഹിച്ചു. They support them financially. അവരെ സാമ്പത്തികമായി സഹായിച്ചു. And then Barnabas and Saul, they went to Lystra and to different countries. അവരെ ലിസ്ത്രയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സുവിശേഷവുമായി കടന്നുപോയി. And after 1 year he came and he testified in Antioch church. അവരെ ഇങ്ങനെ കടന്നുപോയതിനു ശേഷം മിഷണറി The mother church. 1 കൊല്ലം കഴിഞ്ഞിട്ട് അന്ത്യോക്ക് സഭയിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. And then he went again. വീണ്ടും അവർ കടന്നുപോയി. And after few years he come back to Antioch. ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും He അന്ത്യോക്കിലേക്ക് told what God did in his life. അവന്റെ ജീവിതത്തിലും ജാതികളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ആത്മാവ് ചെയ്ത വൻ കാര്യങ്ങളെ പറ്റി അവിടെ സാക്ഷി. And then he went again. അവൻ വീണ്ടും And കടന്നുപോയി. he come back 3rd time. മൂന്നാമത്തെ പ്രാവശ്യം കടന്നു വന്നു. And he told what was doing through them. അവരിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് Antioch church rejoiced. അന്ത്യോക്കയിലെ സഭ വളരെ സന്തോഷിച്ചു. And the 4th time 4ാമത്തെ സമയം he left and he never come back and he died
as a mission, as the apostles of God. നാലാമത്തെ പ്രാവശ്യം അവൻ കടന്നുപോയി ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയിലേക്ക് അപ്പോസ്തലനായ പൗലോസ് റോമിൽ മരിച്ചു പോകുവാനിടയായി. So we must be like Antioch church. നാം അന്ത്യോക്യ സഭയിലുള്ള വിശ്വാസികളെ പോലെ ആയിരിക്കണം. Sending. അവരെ അയക്കുക. Go beyond Antioch. Go beyond Antioch. അന്ത്യോക്യയെ കടന്നു പോകുവാനുള്ള താല്പര്യത്തോടെ. And then bring back the news. അങ്ങനെയുള്ള റിപ്പോർട്ടുമായി വീണ്ടും മടങ്ങി Go വരുവാൻ. and bring back the news. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുമായി This മടങ്ങി is വരട്ടെ. your home church. This is your home ഇത് church. നിങ്ങളുടെ മാതൃസഭയാകട്ടെ. You go and bring the news. നിങ്ങൾ മറ്റുള്ളിടത്തേക്ക് പോയി സുവിശേഷം Go പറഞ്ഞിട്ട് enlarge റിപ്പോർട്ടുമായി മടങ്ങി the വരിക. work of God. നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളിലൂടെ This പ്രവർത്തിക്കുക. is the plan of God. ഇതാണ് ദൈവത്തിന്റെ ഹിതം. And through Paul, he covered Asia and Europe. പൗലോസിലൂടെ തന്നെ യൂറോപ്പും ഏഷ്യയിലെ പല സ്ഥലങ്ങളിലും And the gospel was spread. അങ്ങനെ സുവിശേഷം നാനാ സ്ഥലങ്ങളിലേക്കും And പകരപ്പെടുവാൻ. that is the will of God, to go beyond your border. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങളുടെ അതിർത്തി താണ്ടി പോവുക എന്നുള്ളത്. This four-wall church ഈ 4 വാളുകളുള്ള ഈ is your border. Is your border. ഇത് നിങ്ങളുടെ അതിരാണ്. Don't wait only the program from the pulpit. നിങ്ങളെ ഇവിടെ പുൽപിറ്റിലേക്ക് കടന്നു വന്ന് ചെറിയൊരു പ്രോഗ്രാം Don't wait അവതരിപ്പിക്കാനല്ല. your turn to preach here. നിങ്ങൾ ഇവിടെ പ്രസംഗിപ്പാനല്ല. Because every day you have an assignment from God to reach to the unreached. എന്നാൽ ദൈവം നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിരിക്കുകയാണ്. ഈ ഇതുവരെ സുവിശേഷം കടന്നില്ലാത്തടത്ത് കടന്നുപോയി സുവിശേഷം പറയുക. Every day has to do the work of my Father. എല്ലാ ദിവസവും എന്റെ പിതാവിന്റെ വേല ചെയ്യുക. Every day preaching. എല്ലാ ദിവസവും പ്രസംഗിപ്പാൻ. Talk to the people by phone, by messenger. നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങളുടെ മെസ്സഞ്ചറിലൂടെ Pray by phone. പ്രസംഗിക്കുക. From ഫോണിലൂടെ പ്രാർത്ഥിക്കുക. From your bedroom you can reach different corners of the നിങ്ങളുടെ earth. ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ഇതുവരെ ഈ സുവിശേഷം എത്താത്ത ആൾക്കാരോട് സുവിശേഷം Take the gospel to your colleagues, to your friends in the universities, in your workplace, in the place where you are. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കൂട്ടുകാരോട്, നിന്റെ കോവർക്കേഴ്സിനോട്, നിങ്ങളുടെ അയൽവക്കക്കാരോടൊക്കെ ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിപ്പാൻ. Be an ambassador of peace. Create peace in the time of war. സമാധാനത്തിന്റെ ദൈവവചനത്തിന്റെ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിരിക്കുക. Take Jesus Christ wherever you go. നീ എവിടെ പോയാലും കർത്താവിനെ ചുമന്നുകൊണ്ട് പോകാം. Let them know whom you know. നീ അറിയുന്ന കർത്താവിനെ മറ്റുള്ളവർ Let them experience whom you have experienced. അവര് നിങ്ങൾക്കുള്ള അനുഭവം മറ്റുള്ളവരും അനുഭവിച്ചറിയട്ടെ. Pray for the sick. രോഗികളായിരിക്കുന്നവർ Cast out demons. അന്ധകാര ആത്മാക്കളെ Speak in new tongues. അന്യഭാഷയിൽ സംസാരിക്കുക. If you drink any harm thing will not hurt you. നിങ്ങൾ വിഷപരമായി എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് യാതൊരു ഹാനിയും വരില്ല. If you lay hands, God will heal them. നിങ്ങൾ കരം വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. 5 signs today to the real born again believers. 5 signs. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ 5 ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. It will follow every day. ഇത് നിങ്ങളുടെ 5 signs. 5 ലക്ഷണങ്ങൾ. Cast out demons. ഒന്നാമതായിട്ട് Speak new tongues. അന്യമായ ബന്ധനങ്ങളെ Take up അഴിക്കുക. serpents. അന്യഭാഷയിൽ സംസാരിക്കുക. പാമ്പിനെ If you പിടിച്ചെടുക്കുക. drink any harm will not hurt you. വിഷമായിട്ടുള്ളത് എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾക്കത് ഹാനി Lay വരില്ല. hands upon the sick. രോഗികളായവരുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. This is certified by Jesus. ഇത് ഈ 5 കാര്യങ്ങളെ യേശു ക്രിസ്തു സർട്ടിഫൈ ചെയ്തു തന്നിരിക്കുന്നു. Signed by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ സൈൻ ചെയ്തിരിക്കുകയാണ്. Sealed by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ സീൽ And ചെയ്തിരിക്കുന്നു. this is your certificate ഇതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. to perform the will of God as a believer. ഒരു വിശ്വാസിയായി ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുക. Hallelujah. ഹല്ലേലൂയ. Oh, we see. Let me jump the things and then we'll come to an end. നമുക്ക് പെട്ടെന്ന് റഷ് ചെയ്യാൻ നമ്മൾ അവസാനത്തിലേക്ക് അടുത്തു. When Joshua obeyed the word of God, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും do ചെയ്തപ്പോൾ you know he killed 31 kings അവൻ 31 രാജാക്കന്മാരെ നശിപ്പിച്ചു കളയുവാനിടയായി. in Canaan. കാനാനിലുള്ള 31 And രാജാക്കന്മാർ. through him അവനിലൂടെ the Israelite got his own property in the foreign land. ഇസ്രായേൽ മക്കൾക്ക് ഈ ഒരു വിദേശ രാജ്യത്ത് സ്വന്തമായി സ്ഥലമുണ്ടാകുവാനിടയായി. And he conquered all those kings and the palace and the cities in Canaan.
കനാനിലുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ച് അവിടുത്തെ കൊട്ടാരങ്ങളൊക്കെ അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നേടുവാനിടയായി. Only he obeyed the word. അവൻ ദൈവ വചനത്തെ അനുസരിച്ചു. He speak the word every day. എല്ലാ ദിവസവും അവൻ He ദൈവവചനത്തെ trusts in on the word of God അവൻ ദൈവവചനത്തിൽ and the വിശ്വസിച്ചു. promise of God, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. and he obey what God told him to do. അവനോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അതൊക്കെ അവൻ ചെയ്തു. When the 10 spies says we cannot go to Canaan, 10 പേര് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ 10 പേര് നെഗറ്റീവായ റിപ്പോർട്ട് but Joshua said we can come. യോശുവ പറഞ്ഞു നമുക്ക് അത് കോൺകർ ചെയ്യാൻ. How? എങ്ങനെ? Because God says I will keep this land to your descendants. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നു നിന്റെ പിൻഗാമികൾക്ക് വേണ്ടി ഞാൻ ഈ രാജ്യത്തെ തരും. He trusting the word of God അവൻ ദൈവത്തിന്റെ better than himself. അവനേക്കാൾ അധികമായി ദൈവവചനത്തിൽ വിശ്വസിച്ചു. He trusting the word of God more than his life. അവന്റെ ജീവിതത്തെക്കാൾ അധികമായി ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിൽ വിശ്വസിച്ചു. Hallelujah. ഹല്ലേലൂയ. Don't look to your situation. നിങ്ങളുടെ സംഭവങ്ങളിൽ നിങ്ങളുടെ Look to സാഹചര്യങ്ങളിൽ the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ Look to the great God. നിങ്ങളുടെ മഹാനായ ദൈവത്തെ Because there is no God before him or after him. അവനേക്കാളോ അവന് ഇപ്പുറമോ അപ്പുറമായി വേറൊരു ദൈവവുമില്ല. He is the God of all gods and the King of all kings. സകല ദേവന്മാരെക്കാളും വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. In the name of my Jesus, every knee should bow and every tongue confess that Jesus Christ is Lord. എന്റെ കർത്താവിന്റെ മുൻപാകെ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും അവനെ പുകഴും. Hallelujah. ഹല്ലേലൂയ. Take the certificate of the word of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ I നേടുക. have done my theology. ഞാൻ എന്റെ തിയോളജി I have completed my doctorate. ഞാൻ എന്റെ ഡോക്ടറേറ്റ് But കഴിഞ്ഞിട്ടുണ്ട്. I never cast out demons with my certificate. എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ആത്മാവിനെയും ഒരു അന്ധകാരത്തിന്റെ ബന്ധനത്തെയും ഞാൻ അഴിച്ചിട്ടില്ല. Because certificates is man-made. കാരണം ഈ സർട്ടിഫിക്കറ്റ് മനുഷ്യൻ തന്നതാണ്. But God, Jesus' certificate is the power in it. പക്ഷേ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ദൈവശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. And look to him. ദൈവത്തിലേക്ക് നോക്കുക. Hallelujah. ഹല്ലേലൂയ. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. That we can move from one place to another place. നമുക്ക് നമ്മുടെ ബോർഡർ താണ്ടി മറ്റുള്ള From സ്ഥലത്തേക്ക് one level to another level. ഒരു ലെവലിൽ നിന്നും മറ്റൊരു From ലെവലിലേക്ക് one blessing to another blessing. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു From സ്ഥലത്തേക്ക് one spiritual life condition to another spiritual life ഒരു position. ആത്മീക നിലവാരത്തിൽ നിന്നും മറ്റൊരു നിലവാരത്തിലേക്ക്. And every time we changing till we see Jesus face to നാം face. എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക നാം യേശുക്രിസ്തുവിനെ കാണും വരെയും. Hallelujah. ഹല്ലേലൂയ. Let's rise up. I'm going to pray for you. ഞാൻ I'm going to pray and bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് That the Spirit will come to your hearts. നിങ്ങളുടെ ജീവിതത്തിൽ അത് കടന്നു He will stir up your hearts. അത് നിങ്ങളുടെ ഹൃദയത്തെ That you ഇളക്കുവാൻ should do the things that you never did before. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളെ And ചെയ്യുവാൻ that is to multiply your faith. നിങ്ങളുടെ വിശ്വാസത്തെ Multiply your faith. നിങ്ങളുടെ വിശ്വാസത്തെ മൾട്ടിപ്ലൈ ചെയ്യും. Get many souls into the kingdom of God. ആത്മാക്കളെ ദൈവത്തിന്റെ Bring to the church. സഭയിലേക്ക് Bring to the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് Father God, in the name of Jesus. സ്വർഗ്ഗസ്ഥനായ പിതാവേ Let's യേശുവിന്റെ lift our hands to God. Let's lift our hands to നമ്മുടെ God. കരങ്ങളെ ഉയർത്തി I pray in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Take your people from one stage of life to another stage. നിന്റെ ഈ ജനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് From one കൊണ്ടുപോകണം. level to another ഒരു level. ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് Use കൊണ്ടുപോകണം. them for your glory. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി Let them ഉപയോഗിക്കാം. cross the Red Sea and the Jordan. അവര് യോർദാനും റെഡ് സീയും ക്രോസ് ചെയ്യുവാനിടയാകട്ടെ. Use them for your glory. നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുക. Bless the church. ഈ And സഭയെ bless your people. ഈ ജനത്തെ അനുഗ്രഹിക്കുക. In Jesus' name. യേശുവിന്റെ നാമത്തിൽ പിതാവേ. Amen.